നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 800. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 800. ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 58ാമത്തെ സർഗം സംഖ്യാനിരൂപണം, സാഖ്യ നിരൂപണം എന്നാണ് പറയുക. അപ്പോൾ 26ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പുമാൻ കാലം പ്രകൃതിയും കാര്യമല്ലെങ്കിലെങ്ങനെ ബ്രഹ്മത്തിന് അദ്വൈതാവസ്ഥ ശങ്കിക്കായിക അതും മോതിടാം. അതായത് ജീവൻ, കാലം, പ്രകൃതി കാര്യമില്ല എന്ന് പറയരുത്. ബ്രഹ്മത്തിന് അദ്വൈതാവസ്ഥ ആണ് എന്നുള്ളത് മനസ്സിലാക്കും വേണം. ദ്വൈതാവസ്ഥയല്ല, ശങ്കിക്കായിക അത് ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയണം. ഇനി 27ാമത്തെ ശ്ലോകം. ഞാൻ തന്നെയാം പ്രകൃതി എന്നോർത്താൽ എൻ്റെ ശക്തിയാം. പ്രകൃതി, ശങ്കരാചാര്യ പ്രകൃതികൾ പറയുണ്ടായി പ്രകൃതി മിഥ്യയാണെന്ന് പറയുണ്ടായി, പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുണ്ടായി. ആയിക്കോട്ടെ, ആർക്ക്? മരിച്ചവന്. ജീവിച്ചവൻ അതിലോട്ട് വലയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രകൃതി ഞാൻ ഭഗവാനാണെന്ന് ഓർത്താൽ ആ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുമോ? ചെയ്യില്ല. ആ പ്രകൃതിയെ ചൂഷണം ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെയാം പ്രകൃതി എന്ന് ഓർത്താൽ എൻ്റെ ശക്തിയാം മർത്യാതിദേഹമുൾപൂകി വിലസിടും പരമ്പുമാൻ. മർത്യന്മാരിൽ, ദേവന്മാരിൽ ശരീരത്തിൽ ഉൾപൂകി വിലസിയിടും പരമ്പുമാൻ തന്നെയാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതും നിയാമകനും. ജ്ഞാനാദിവ്യഞ്ജകം കാലം ഇവ രണ്ടും അവസ്ഥയാം. രണ്ടവസ്ഥകളാണ്. ജ്ഞാനം, ദിവ്യാഞ്ജകം, കാലം ഇവ രണ്ടും അവസ്ഥയാം. ചുരുക്കി ഉര ചെയ്യാം ഈ മൂന്നും ബ്രഹ്മസ്വരൂപി ഞാൻ. അതായത് ജ്ഞാനാദിവ്യഞ്ജകം, കാലം ഇവ രണ്ടും അവസ്ഥയാണ്. ചുരുക്കി ഉര ചെയ്യാം ഈ മൂന്നും. അപ്പോൾ ജ്ഞാനാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യം എന്ന് പറയണം. അപ്പോൾ മൂന്നും ബ്രഹ്മസ്വരൂപി ഞാൻ. അതായത് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, കാലം ഒക്കെ ഈശ്വരനാണ് എന്ന് തോന്നും. അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം, ഭക്തിയുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം, വൈരാഗ്യമുള്ളവരെ നമ്മൾ എന്താ പറയുക, ബഹുമാനിക്കണം. ചൂടും വെളിച്ചവും മറ്റും സൂര്യനല്ലാതെയാകുമോ? ചൂടും വെളിച്ചവും മറ്റും സൂര്യനല്ലാതെയാകുമോ? അല്ലേ? ചൂടും വെളിച്ചും അഗ്നിയുടെ പ്രതിപുരുഷനാണ് സൂര്യൻ, അല്ലേ? വെളിച്ചം തീരാ, ചൂട് തീരാ എന്നുള്ളത്. പ്രവാഹത്വേന നിത്യവും കാണാം കാര്യജഗത്തിനും. പ്രവാഹം, ചൂട് പ്രവഹിക്കുക, അല്ലേ? ചൂട് പ്രവഹിക്കുകയാണ്. അതാണ് വെളിച്ചം പ്രവഹിക്കുക. കാലം, അല്ലേ? ഇത്ര ലൈറ്റ് ഇയേഴ്സ്, ലൈറ്റ് ഡേയ്സ് എന്നൊക്കെ പറയും. അപ്പോൾ പ്രവാഹത്വേന നിത്യത്വം കാണാം കാര്യജഗത്തിനും. നിത്യം എണ്ണധാര പോലെ തിരിമുറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിതൃപുത്രാദിരൂപത്തിലെന്നും സൃഷ്ടി നടപ്പതായി. പിതൃ, അച്ഛൻ മകനെ സൃഷ്ടിക്കുന്നു, ആ മകൻ അച്ഛനായിട്ട് വേറെ മകനെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ മകളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ പിതൃപുത്രാദി രൂപത്തിലെന്നും സൃഷ്ടി നടപ്പതായി ജീവൻ്റെ നന്മയ്ക്ക് ഈ വണ്ണം ഈശ്വരേച്ഛാനുരൂപമായി. ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ള രൂപം നമ്മൾ എടുക്കുക.
എന്ന് പറഞ്ഞാൽ എന്താ, നല്ലതും ചീത്തയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ. ഓപ്ഷൻ ഈസ് അവേഴ്സ് അല്ലേ? അപ്പോൾ ജീവൻ്റെ നന്മയ്ക്ക് ഈ വണ്ണം ഈശ്വരേച്ഛാനുരൂപമായി, ജീവൻ്റെ നന്മയ്ക്ക്, ഈശ്വരൻ്റെ നന്മയ്ക്കല്ല, ജീവൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില എന്താണെന്നാ പറയുക, ലോസ്, നിയമങ്ങൾ, കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നാനാലോക വിഭേദങ്ങൾ, പല ലോകങ്ങളുണ്ട് അല്ലേ? ഈ വെള്ളം രസാനുഭൂതിയാണെങ്കിലും 1-ാം സ്ഥാനം 2-ാം സ്ഥാനം എന്നൊക്കെ പറയും. നല്ല വെള്ളമുള്ളത് 1-ാം സ്ഥാനം, വെള്ളത്തിൽ കലക്കമുള്ളത് 2-ാം സ്ഥാനം, അങ്ങനെയൊക്കെയാണ്. വെള്ളം കിട്ടാത്ത സ്ഥലമുണ്ട്. അപ്പോൾ നാനാലോക വിഭേദങ്ങൾ തിങ്ങും ബ്രഹ്മാണ്ടം ആകെ ഞാൻ സംഹരിപ്പളവ് ഐക്യം വിട്ട് 5ആയി തീർന്നു നശിച്ചിടും. ഈ കാണപ്പെടുന്ന ലോകം ചിലപ്പോൾ നശിക്കും. അപ്പോൾ ആ ലോകം എന്തായിട്ട് മാറും? 5ആയിട്ട് തീരും. എന്ന് പറഞ്ഞാൽ ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി, ഇതന്നെയാണ് ശരീരം അല്ലേ? ഒരു രാമചന്ദ്രൻ സാറ് നല്ലൊരു RSSൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം കാശ്മീരിൽ മരിച്ചു. അവരുടെ ഭാര്യ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, എൻ്റെ ഭർത്താവ് സദാസമയം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് ഒരു പ്രാർത്ഥനയാണ്. RSSൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. അത് എല്ലാവരും പാടണം, ആരും കരയാൻ പാടില്ല. ഞാനും പാടും അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ദൃഢഭക്തി, ദൃഢബുദ്ധി എങ്ങനെയുണ്ടാവുന്നത്? ഈശ്വരൻ്റെ മായയിൽ നിന്ന് മുക്തമാകുമ്പോൾ ഈശ്വരൻ പ്രകൃഷ്ടേന പ്രകടവും. അപ്പോൾ പറയണു, നാനാലോക വിഭേദങ്ങൾ തിങ്ങും ബ്രഹ്മാണ്ടമാകെ ഞാൻ സംഹരിപ്പളവ് ഐക്യം വിട്ട് 5ആയി തീർന്നു നശിച്ചിടും. 100 എങ്ങെങ്ങും മഴയില്ലായ്മ കാരണം. അതെങ്ങനെ സംഭവിക്കുക? ഒരു 100 വർഷത്തിന് മഴ ഉണ്ടാവില്ല. അപ്പോൾ സൂര്യകിരണങ്ങളെ കൊണ്ട് ചുട്ട് പഴുത്ത് മണലാരണ്യമായിട്ട് മാറും. അപ്പോൾ 100 എങ്ങെങ്ങും മഴയില്ലായ്മ കാരണം ദേഹം ലയിക്കും അന്നത്തിൽ, അന്നം ബീജത്തിൽ മാത്രമാം ബീജം ഭൂമിയിലും, അതായത് വിത്ത്, ഭൂമി ഗന്ധത്തിലും മടങ്ങിടും, ഗന്ധം വെള്ളത്തിലും, വെള്ളം തൻ്റേതായ രസത്തിലും, രസം തേജസ്സിലും, അഗ്നിയിൽ രൂപത്തിങ്കൽ തേജസ്സും അങ്ങനെ രൂപം കാറ്റിൽ അടങ്ങിടും, കാറ്റടങ്ങും സ്പർശത്തിൽ അതുവാനിലും ആകാശത്ത്. അതായത് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരുന്നത്, ആകാശം, കാറ്റ്, അഗ്നി, വായു, ജലം, ഭൂമി അല്ലേ? ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ, ഭൂമി, വെള്ളം, അഗ്നി, കാറ്റ്, ആകാശം. ശബ്ദത്തിൽ വാൻ, ശബ്ദത്തിൽ ആകാശം ലയിക്കും. ഇന്ദ്രിയങ്ങളതാതിൻ കാരണങ്ങളാൽ അവയോ തങ്ങൾ തൻ നേതാവായി വിളങ്ങും മനസ്സിലും. ഈ ഇന്ദ്രിയങ്ങളുടെ നേതാവാണ് മനസ്സ്. അതായത് മനസ്സ് എന്താഗ്രഹിക്കണു അവ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള ഇന്ദ്രിയങ്ങൾ പല രൂപത്തിൽ പെരുമാറും. അതുകൊണ്ടാണ് മനസ്സിനെ അടക്കൂ. എങ്ങനെ അടക്കും? സദാസേവ്യ സദാസേവ്യ ഭാഗവതം. ഭാഗവതത്തിനെ സേവിച്ചാൽ ഭഗവാനിൽ മനസ്സടങ്ങിയാൽ ഇന്ദ്രിയങ്ങൾ ജയിക്കേ. അപ്പോൾ സാത്വികാഹന്തയിൽ അതും ശബ്ദം ഭൂതാദീങ്കലും ജഡാംശം വിട്ട് അഹങ്കാരം 3 ചേരും മഹാനിലും ജ്ഞാനക്രിയാശക്തിമാനാം മഹാൻ ആ നിലവിട്ടുടൻ. ജ്ഞാനക്രിയാശക്തിമാനാം മഹാൻ, ആരേനാ മഹാൻ എന്ന് പറയാ? അറിവ് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശക്തി ഉള്ളവനും മറ്റുള്ളവർക്ക് ശക്തി പടർത്തുന്നവനും ആവണം.
അവരാണ് മഹാൻ. അവരുടെ കാശുള്ളവനെ മഹാൻ എന്ന് വിളിക്കരുത് കേട്ടോ. അപ്പോൾ മഹാൻ ആ നില വിട്ടുടൻ ഗുണങ്ങൾ പൂകും പ്രകൃതി സാമ്യാവസ്ഥ ഗുണങ്ങൾ പൂകും പ്രകൃതി സാമ്യാവസ്ഥ എന്ന് പറയുന്നതാ, ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവരിലും ചൈതന്യം ഉണ്ട് എന്നുള്ള നില വന്നാൽ ആരെ കാണുമ്പോഴും ഒരേമാതിരി പെരുമാറിയാൽ മതി. സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാം. മനസ്സിലായോ? അപ്പോൾ ഗുണങ്ങൾ പോകും പ്രകൃതി സാമ്യാവസ്ഥ ഗുണങ്ങളും ആ നൽ പ്രകൃതിയോ വീണ്ടും കാലത്തോടൊത്തു ചേർന്നിടും. കാലത്തോട് ചേരും. കാലം മായാബദ്ധനായ ജീവനിൽ ചേരും ആയവൻ. കാലം മായാബദ്ധനായ ജീവനിൽ ചേരും ആയവൻ അംശിയാം എന്നിലും. ഇതിനേക്കാൾ ക്ലിയറായിട്ട് എങ്ങനെയാണ് പറയണത്? നമ്മൾ ഈശ്വരൻ്റെ അംശമാണ്, തത്വമസിയാണ്. അയമേവ ബ്രഹ്മം പ്രജ്ഞാനം അഹം ബ്രഹ്മാസ്മി. അതാണ്. അപ്പോൾ പറഞ്ഞു അംശിയാം എന്നിലും ഞാനോ ജന്മാദികളകന്നവൻ. എനിക്ക് ജനനവുമില്ല മരണവുമില്ല. ഞാൻ നിങ്ങളുടെ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അല്ലേ, മാതൃബീജം ആദ്യം ഗർഭാശയത്തിലെത്തുമ്പോൾ അത് വികസിച്ച് ഒരു കുട്ടിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. പിന്നെ വളരണു, വളർച്ച മുറ്റണു, സ്ഥിതി ചെയ്യണു, പിന്നെ ജരാനരകൾ ബാധിച്ചിട്ട് ചെറുതായിട്ട് വരണം. ഇതല്ലേ സൃഷ്ടിസ്ഥിതി സംഹാരം. അപ്പോൾ അംശിയാമ്യന്നിലും ഞാനോ ജന്മാദികളകന്നവൻ ആത്മസ്ഥനായി തന്നെ. സംശയമൊന്നുമില്ല, ഭഗവാൻ ആത്മാവാണ്, അന്തര്യാമിയാണ്, അന്തസ്ഥനാണ്, കൂടസ്ഥനാണ്, സർവജീവ ഗുഹാശയനാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഞെളുപ്പൊക്കെ കഴിഞ്ഞു ആൾക്കാരുടെ. ഇപ്പോൾ ഈ 10 ആളുടെ വീട്ടിൽ നിന്ന് മണ്ണ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞിട്ട് അത് വിറ്റ് കാശാക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ അവരെ വേണമെങ്കിൽ മറ്റുള്ളവരെ വിഡ്ഢികളാക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ കുടുങ്ങും ചിലപ്പോൾ. നമ്മൾ ശ്രദ്ധിക്കണം. വീക്ക് മൈൻഡുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മഹാരാഷ്ട്രയിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് നിരോധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇന്ന ആൾ ഇന്ന കാര്യം നടക്കും എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് ഇത്ര ഉറുപ്പ്യ വാങ്ങി ഇന്ന പൂജ ചെയ്തിട്ടുണ്ട്, എനിക്ക് അദ്ദേഹം പറഞ്ഞ പോലുള്ള അനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആ കർമ്മി കുടുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ മിസ്റ്റർ ക്ലീൻ ആവണം. ഭാഗവതം സത്യസ്വരൂപനാണ് ഭാഗവതം. ഭഗവാൻ സത്യസ്വരൂപനാണ്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് അന്തസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇടങ്ങറ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ. അപ്പോൾ വിചാരം ചെയ്യിൽ ഉൾക്കാമ്പിൽ നീങ്ങും ദേഹാദി വിഭ്രമം. ജനിക്കണം എന്നുള്ള ആഗ്രഹം വരില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കിയ എന്തിനാ ജനിക്കണത്? മലമൂത്ര പറയണില്ല ഞാൻ. ഇന്ന് വാട്സപ്പിൽ ഞാൻ നല്ലൊരു മെസ്സേജ് കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾ അതിർത്തികളില്ലാതെ കൊണ്ട് ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. പുരുഷൻ സ്ത്രീയോട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വഞ്ചിക്കരുത്. അതാണ്. സ്ത്രീയാണ് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വഞ്ചിക്കരുത്. ഒരു അസന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനും ഭാര്യ ഉണ്ടാവുള്ളൂ. ഈ ചാറ്റ് ചെയ്തവരൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതെൻ്റെ. അപ്പോൾ ഒരു ബിഗ് സല്യൂട്ട്. ന്യായമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു വിചാരം ചെയ്യിൽ ഉൾക്കാമ്പിൽ നീങ്ങും ദേഹാദി വിഭ്രമം. ഈ അഴകേ മലരെ എന്നൊക്കെ പാട്ടുണ്ട് അല്ലേ? പക്ഷേ ആ അഴകും ഈ മലരെ പുഷ്പമേ എന്നാണ് മലരെ എന്ന് പറഞ്ഞാലേ. പേശുമാ എന്നൊക്കെ ചോദിക്കും. ജീവൻ പോയ ആരും പേശില്ല വരില്ല. പേശ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ. അപ്പോൾ കവികൾക്ക് പലതും അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ വരും. അതെല്ലാം ശരിയാണോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് വിചാരം ചെയ്യിൽ ഉൾക്കാമ്പിൽ നീങ്ങും ദേഹാദി വിഭ്രമം. ആകാശത്തിൽ ഇരുട്ടെങ്ങും നിൽക്കാ സൂര്യനുദിക്കവേ.
സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് മാറി ഇല്ലേ? അപ്പോൾ ഏതിനും ആദ്യാന്തം അറിഞ്ഞിടും ഞാൻ ഓതിയിടിനേനിങ്ങിനെ സാഖ്യായോഗം. എല്ലാം അറിയുന്ന ഞാൻ സാഖ്യയോഗത്തെ പറ്റി പറഞ്ഞു. എന്നെപ്പോലെ വിസ്തരിക്കാൻ ഇല്ലാന്നാ ഭഗവാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഏതിനും ആദ്യന്തം അറിഞ്ഞിടും ഞാൻ ഓതിയിടിനേനിങ്ങനെ സാഖ്യയോഗം. ദേഹാത്മ ജീവേശ്വര ഭേദങ്ങളെല്ലാം, ദേഹം ആത്മാവ് ജീവൻ ഈശ്വരഭേദമെല്ലാം ഒട്ടാങ്ങെ നീങ്ങിയിടും ഇതോർക്കിലാർക്കും. എല്ലാം ഒന്നാണ്, ജീവൻ തന്നെയാണ് പരബ്രഹ്മം, ദേവനും നരനും ഒക്കെ ഒന്നാണെന്നുള്ള അവസ്ഥ വരും. ദേഹാത്മജീവേശ്വര ഭേദമെല്ലാം ഒട്ടാകെ നീങ്ങിയിടും ഇതോർക്കിലാർക്കും. ഓർക്കാത്തതിന് ഇപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക? ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമശനാശനെ ഉപാസനാകാണ്ഡേ അഷ്ടപഞ്ചാശ സർഗ 58ാമത്തെ സർഗം അവിടെ അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 59ാം സർഗം ഗുണത്രയ നിരൂപണം. എനിക്കിപ്പോൾ സങ്കടം എന്താ, ഏറി കഴിഞ്ഞാൽ ഒരു 45 എപ്പിസോഡിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം കഴിയും. സത്യം പറയാം, ഐ ആം എ ലൂസർ. കാരണം ഇത്രയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്മതി ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ ഞാൻ അനുഭവിക്കുന്നത് ഇത് പറയുമ്പോഴാണ്. ഇതിൻ്റെ ഹാങ് ഓവർ പോവില്ല. ചിലപ്പോൾ വിശപ്പുണ്ടാവില്ല, നല്ല വിശപ്പോട് കൂടിയിട്ടാവും പറയാൻ വന്നിട്ടുണ്ടാവുക. പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് പോവും. കാരണം എന്താ? താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയും. ഈശ്വരനായിട്ട് താതാത്മ്യം പ്രാപിക്കാം. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ 100-ന് 110% ശരിയാക്കി തരുമ്പോൾ ആ പൊന്ന് തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അറിയാണ്ട് എങ്ങനെ പോവുക? ആലോചിച്ച് നോക്കൂ. ഞാൻ കൺഫ്യൂസറല്ല, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്തൊരവസ്ഥ ഭഗവാൻ തന്നാൽ പിന്നെ ഭഗവാൻ അല്ലാണ്ട് നമുക്ക് വേറെ ആരും വേണ്ട. അതാ പറയാൻ. അപ്പോൾ ഇവിടെ 59ാം സർഗം. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞാൽ ഉടനെ ഭാഗവതം മൂലം ഒരു ദിവസം ഈ 2 എപ്പിസോഡ് പറഞ്ഞിട്ട് വേഗം തീർക്കാൻ നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ ലൈവിൽ വരും ഞാൻ. നാരായണ ജപിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയുകയും ചെയ്യും. എല്ലാ ദിവസവും ഞാൻ വരും, മരിക്കണ വരും ഞാൻ ലൈവിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ. അപ്പോൾ ഗുണത്രയ നിരൂപണം. ആത്മജ്ഞാനമുദിച്ചാലും മനസ്സിൻ ഗുണവൃത്തികൾ ഭക്തി കൊണ്ടാകെ മാറ്റാകിൽ നീങ്ങാവിഭ്രമം ആകയാൽ. ഭഗവാൻ പറയാണ്, ആത്മജ്ഞാനം ഉദിച്ചാലും മനസ്സിൻ ഗുണവൃത്തികൾ ഭക്തി കൊണ്ടാകെ മാറ്റാകിൽ. തെറ്റിനെ നമ്മൾ തിരുത്തിയിട്ടില്ലെങ്കിൽ ഇല്ല എങ്കിൽ ഭക്തി കൊണ്ടാകെ മാറ്റാകിൽ നീങ്ങാ വിഭ്രമം ആകയാൽ. ഭഗവത് ശരണാംബോജ പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ. ഭഗവത് ശരണാംബോജം, ഭഗവാന്റെ തിരുപാദപത്മങ്ങളാകുന്ന ഭഗവാന്റെ താമര സദൃശമായ തിരുപാദപത്മങ്ങളെ പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ ഉത്കൃഷ്ട ഗുണം ഉൾക്കാമ്പിൽ വളർത്തിയിടണം എന്നതും. അതാണ്. എത്ര വലിയ ഡൊണേഷനാണ് ഗുരുവായൂരപ്പന് കൊടുത്തത്. 36 പവൻ്റെ കിരീടം, ചിലവർ സ്വർണ്ണക്കിണ്ടി, സ്വർണ്ണവിളക്ക്, എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സംശുദ്ധ ഭക്തി കൊണ്ട് ഒരു തുള്ളി വെള്ളമോ ഒരു കായോ ഒരു ഇലയോ തന്നാൽ ഞാൻ പ്രീതിപ്പെടും. അല്ലാതെ മഹാമേരു പർവ്വതം തന്നെ എനിക്ക് തന്നാലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയണു, ഉത്കൃഷ്ട
ഗുണം ഉൾക്കാമ്പിൽ മനസ്സിൽ വളർത്തിയിടണം എന്നതും കലർപ്പില്ലാത്ത സത്വാദി ഗുണമേറുകിൽ ആ നരൻ. കലർപ്പില്ലാണ്ട് സംശുദ്ധമായ ഒരു സഹോദരൻ അറിയാണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഭക്തി പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഉണ്ട് മാഷേ, സംശുദ്ധ ഭക്തി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരെ കണ്ടിട്ടില്ല ഞാൻ. ചിലപ്പോൾ ഞാൻ ആകെ ബ്ലാങ്ക് ആവും. എന്താ ബ്ലാങ്ക് ആവണത്? ചിലതെനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത്. ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴാണ് ഈ ബ്ലാങ്ക് ആവണത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അടുത്ത വരി എനിക്ക് നോക്കും. അതാണിപ്പോൾ ഉണ്ടായത്. ഉത്കൃഷ്ട ഗുണം ഉൾക്കാമ്പിൽ വളർത്തിയിടണം എന്നതും കലർപ്പില്ലാത്ത സത്വാദി ഗുണമേറുകിൽ ആ നരൻ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഭട്ടതിരിയെന്നോ ഭട്ടതിരിപ്പാടെന്നോ ഹരിജനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നരൻ, നര സ്വാഭാവികമായിട്ടുള്ളവൻ. നരയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ നരൻ എമ്മട്ടാം എന്നും ഓതിയിടാം കേൾപ്പാനങ്ങധികാരിയാം. മൈ ഗുഡ്നസ്, എന്തൊരു സർട്ടിഫിക്കറ്റാണ് ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞു തരാം, അങ്ങ് ചോദിച്ചിട്ടില്ല, പക്ഷേ അങ്ങ് ഇത് കേൾക്കാൻ അധികാരിയാണ്. ഈ അധികാരത്തെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചോദിക്കാതെ പറയാൻ തുടങ്ങി. പക്ഷേ ഭഗവാന്റെ കൃപ. ഉദ്ധവ, തനിക്കും ഇതേമാതിരി പട്ടാമ്പിയനെ പോലെ ചിലപ്പോൾ മനസ്സ് ബ്ലാങ്ക് ആവുന്നുണ്ടല്ലേ? അങ്ങ് ചോദിക്കാത്ത കാര്യം ഉണ്ട്, ഞാനത് പറയാമെന്നാണ് പറഞ്ഞത്. അത് ഉദ്ധവനോട് ഭഗവാൻ കാരണം എന്താ? പട്ടാമ്പിയനെ പോലുള്ളവർക്കും പട്ടാമ്പിയെ ഫോളോ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതാണ് സത്യം. എമ്മട്ടാം എന്നു മോദിയിടാം കേൾപ്പാനങ്ങ് അധികാരിയാം. സത്യം, ക്ഷമ, സദാചാരം, ശമം, ധമം, അനാഗ്രഹം. അനർഹമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും വെക്കരുത്. ആരാൻ്റെ സ്വത്ത്, ആരാൻ്റെ പെണ്ണ്, ആരാൻ്റെ ഭവനം, ആരാൻ്റെ കാറ്, എന്തൊക്കെയുണ്ടോ ആരാൻ്റെ ആഗ്രഹിക്കരുത്. പാപമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സത്യം, ക്ഷമ, സദാചാരം, ശമം, ദമം, അനാഗ്രഹം, എതിർച്ചാലാപസന്തോഷം. കിട്ടിയതിൽ സന്തോഷിക്കുക. എതിർച്ചാലാപസന്തോഷം. ഭക്തിജ്ഞാന പരിശ്രമം. ഭക്തിയും ജ്ഞാനവും ഉണ്ടാവാൻ പരിശ്രമിക്കണം. പരിശ്രമിക്കാണ്ട് ഒരു കാര്യം നടക്കില്ല. ആൾക്കാർ അപഹസിക്കും, അപഹസിച്ചോട്ടെ. ഭ്രാന്തനാന്ന് പറഞ്ഞോട്ടെ. എതിർച്ചാലാപസന്തോഷം. ഭക്തിജ്ഞാന പരിശ്രമം. അകാര്യങ്ങളിലേക്ക് ഉള്ളം മണയില്ലാവിധം. അതായത് കാര്യമല്ലാത്തതിലേക്ക് മനസ്സ് പോരുത്. പാഴ്വാക്കുകൾ ഉച്ചരിക്കരുത്. പാഴ്കർമ്മങ്ങൾ ചെയ്യരുത്. അകാര്യങ്ങളിലേക്കുള്ള ഉള്ളം മണയില്ല ആവിധം. നില പിശുക്കില്ലായക വേണ്ടേടം. ആസ്തിക്യം, വിനയം, ദയ, ആത്മലക്ഷ്യം. ആത്മാവാണ് ലക്ഷ്യം. ആത്മാവിനെ അറിയാം. ആത്മലക്ഷ്യം മറയ്ക്കായക. ഗുരുഭൂതരിൽ ആദരം. ഗുരുഭൂതന്മാരിൽ ആദരം വേണം. ഞാൻ മുഴത്തിന് 3 പ്രാവശ്യം അല്ലെങ്കിൽ മിനിറ്റിൽ 3 പ്രാവശ്യം കരുണാകരൻ പിള്ള സാറിനെ സ്മരിക്കണത് എന്തുകൊണ്ടാണ്? ആ ഒരു മഹാനുഭാവനുമായിട്ട് എനിക്ക് സംസർഗം ഉണ്ടാക്കി തന്നത് എൻ്റെ പൂർവകർമ്മ പുണ്യം കൊണ്ടാണ്. അതൊരു പ്രസ്ഥാനാക്കി മാറ്റി. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങ് തെക്ക് സ്ഥലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നൊരു 18 കിലോമീറ്റർ പോയാൽ അഞ്ചുമൂർത്തി, അതായത് ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല, അഞ്ചുമൂർത്തി ക്ഷേത്രമാണ് അവിടെ. അപ്പോൾ അവിടെ ഞാൻ ആചാര്യനായിട്ട് പോയി
അപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ മകള് ഗീതാ മേഡം, അവരുടെ മൂത്ത ഏട്ടത്തിയുടെ മകൻ എന്താ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് 100 കിലോമീറ്റർ ഓടിയിട്ടാണ് കാർ ഓടിച്ചിട്ടാണ് വന്നത്. അവർ ടാക്സി അദ്ദേഹത്തിൻ്റെ കാറിലോട്ട്. അപ്പോൾ അവരാ നടന്നു വരുന്നത് കാണുമ്പോൾ അവരുടെ അച്ഛൻ എന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ജീവിതത്തിൽ, ഒരാൾക്ക് ശിഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സ്നേഹിക്കപ്പെടുക, സ്നേഹിച്ചാൽ മാത്രമേ സ്നേഹിക്കപ്പെടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പിശുക്കില്ലായക വേണ്ടയിടം ആസ്തിക്യം വിനയം ദയാ ആത്മലക്ഷ്യം മറയ്ക്കായക ഗുരുഭൂതരിൽ ആദരം. അത് പറയുമ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഗുരുഭൂതരിൽ ആദരം അഹിംസ മുമ്പാം ഉത്കൃഷ്ട ഗുണങ്ങളിവ. ഈ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. സ്വാത്വികം പരിഹാസം അഹങ്കാരം ഗർവ് ആഡംബര ഭ്രമം വീമ്പ് ഓതൽ തള്ളുക. വീടിനും മറ്റും മാത്രമാം പ്രാർത്ഥനാദികൾ. ഈ ഒരു ശ്ലോകം ഭയങ്കരമാണ്. അമ്പലത്തിൽ പോയിട്ട് എനിക്ക് നല്ല പെൺകുട്ടീനെ വിവാഹം ചെയ്യണം, നല്ല യുവാവിനെ വിവാഹം ചെയ്യണം, എനിക്ക് വീടുണ്ടാവണം, ഇതൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. അതാണ് പറഞ്ഞത്. ഇത് മറ്റും മാത്രമാം പ്രാർത്ഥനാദികൾ പാടില്ല എന്നാണേ. എന്താ പറയണത്? പണം പഠിപ്പെന്നിവയാൽ പലേതിനും ഒരുമ്പടൽ. പണം ഉണ്ടാകണമെങ്കിൽ നല്ല പഠിപ്പ് വേണം, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം. LUCK. അതെങ്ങനെയാ? ഏതോ ഒരു കാലത്ത് പലതും ചെയ്തു വെച്ചത് അനുഭവിക്കാതെ കണ്ടുള്ള ഗുണഗണങ്ങൾ പുണ്യം ഭഗവാന്റെ കയ്യിലുള്ളപ്പോഴാണ് ഭാഗ്യം ലോട്ടറി അടിക്കണത്. അല്ലെങ്കിൽ ലോട്ടറി അടിക്കില്ല. ഓർമ്മ. പണം പഠിപ്പെന്നിവയാൽ പലേതിനും ഒരുമ്പടൽ സാമഗ്രി പലതില്ലാതെ വാഴുക വയ്യാത്ത ദുസ്ഥിതി. ഇന്നന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ ഊണ് കഴിക്കുള്ളൂ, ഇന്നന്ന സൗകര്യങ്ങളുണ്ടെങ്കിലേ ഞാൻ കിടന്നുറങ്ങുള്ളൂ എന്നൊക്കെ വാശി പിടിക്കരുത് എന്നാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോൾ തലാണ കിട്ടിയില്ല വല്ലതും, ഈ കൈത്തണ്ട എന്തിനാ? തലാണ വയ്ക്കാനുള്ളതാണ്. വേറെ പുതപ്പ് കിട്ടിയില്ലെങ്കിൽ ചീറ്റയും കൊണ്ടുകൊണ്ട് പുതയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ പ്രൊവിഷൻ ഉണ്ട് പ്രൊഫഷനിലേ. അപ്പോൾ പണം പഠിപ്പ് എന്നിവയാൽ പലേതിനും ഒരുമ്പടൽ സാമഗ്രി പലതില്ലാതെ വാഴുക വയ്യാത്ത ദുസ്ഥിതി. 100 101 അത്തരം ആഗ്രഹം. അതായത് 100 101 ആവണം. ഉറുപ്പ് തരുമോ ഒരാൾ? ചിലവർ എന്തിനാ ദക്ഷിണ കൊടുക്കുക? എൻ്റെ 100 ഉള്ളൂ, അല്ലെങ്കിൽ 100ൻ്റെ നോട്ടാണ്, പിന്നെ 10. എന്നാൽ 10 അത് കൊടുക്കുമോ? ഈ ഉറുപ്പ്യക്കാരന് അതിട്ടില്ല ഇനി. അപ്പോൾ ഇയാൾക്ക് എന്താ ഗുണം കിട്ടുക? മറ്റൊരാളുടെ നിന്ന് വാങ്ങിയിട്ട് കൊടുത്താൽ അവനവൻ്റെ പണമല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ 100 101 അത്തരം ആഗ്രഹം മുഖസ്തുതിയിൽ ഉൾപ്രീതി. മറ്റുള്ളവരെങ്ങനെ പൊക്കിച്ച് വെച്ചിട്ട് ഞാൻ അയാളെ ചാടിച്ചു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് ചിലവർ പറയും, ഞാൻ പ്രഭാഷണമൊക്കെ കേട്ടിട്ടുണ്ടെന്ന്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, എവിടെ വെച്ചിട്ട്? അല്ല, അതിപ്പോൾ ഇത്രേ ഉള്ളൂ. മനുഷ്യന്മാർ തള്ളും, മനസ്സിലേ. അപ്പോൾ 100 101 അത്തരം ആഗ്രഹം മുഖസ്ഥിതിയിൽ ഉൾപ്രീതി മുതലായവ രാജസം. നമ്മളെപ്പറ്റി മറ്റുള്ളവരെ പൊക്കി പറയണം എന്നൊരാഗ്രഹം ഉണ്ടായാൽ അതിന് രാജസം എന്നാണ് പറയാം. തമോ വൃത്തികളോതിടാം. അപ്പോൾ ഉത്തമമായിട്ടുള്ള സത്വാദികളെ പറ്റി പറഞ്ഞു, രാജസത്തെ പറ്റി പറഞ്ഞു. ഇനി തമോ ഗുണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താത്? തമോ വൃത്തികളോതിടാം. ഉറക്കം, കലഹം, മടി, ക്രോധം, ഭയം, പരദ്രോഹം, കാപട്യം, ധനയാചന. ഭഗവാനെ എനിക്ക് ലോട്ടറി കിട്ടണേ എന്നുള്ള യാചന പാടില്ല എന്നാണ്. ഇല്ലാത്ത മേന്മ കാട്ടിയിടൽ, ഒന്നും ചെയ്യാതിരുന്നിടൽ, വിഷാദം, വിഭ്രമം, വ്യർത്ഥഭാഷണം. വ്യർത്ഥഭാഷണം, ആവശ്യമില്ലാത്തത് കുത്തിത്തിരിക മുതലായവ. ഞാൻ എൻ്റേത് ഈ വിധം ഭാവം മൂലം പ്രാണേന്ദ്രിയാദികൾ നിർമ്മിക്കും വ്യവഹാരങ്ങളൊക്കെയും സന്നിപാതമാം. സന്നിപാതം എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത പനി, സന്നിപാതം, വരച്ച് പനിക്കുക. അപ്പോൾ പ്രാണേന്ദ്രിയാദികൾ നിർമ്മിക്കും വ്യവഹാരങ്ങൾ, ഇന്ദ്രിയങ്ങൾ,
ഇല്ലേ? ശരീരം ചൂടാക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, ശരീരം ചൂടാക്കുന്ന കാര്യങ്ങൾ വായിക്കരുത്. അവിടെയാണ്. അപ്പോൾ നിർമ്മിക്കും വ്യവഹാരങ്ങളൊക്കെയും സന്നിപാതമാം ധർമ്മകാമാർത്ഥ താൽപ്പര്യം ശ്രദ്ധാരതി ധനാവഹം. ധർമ്മകാമാർത്ഥ താൽപ്പര്യം, ധർമ്മം കാമം അർത്ഥം, മോക്ഷം പറഞ്ഞില്ല അവിടെ, അതാണ് വേണ്ടതേ. അപ്പോൾ ഈ മൂന്നിലും താല്പര്യം കാണിച്ചിട്ട് കാര്യമില്ല. ശ്രദ്ധാരതി ധനാവഹം ത്രിഗുണം മിശ്രമായി തീർന്നു ജീവങ്കലുളവാവതാം. ഈ മൂന്ന് ഗുണങ്ങൾ മിശ്രമായി തീർന്ന ഉളവാവതാം. കാമ്യകർമ്മം ഗൃഹാസക്തി നിത്യം നൈമിത്തികങ്ങളും കാണാം രജസ് തമസ് സത്വം കൂടിച്ചേർന്ന മനുഷ്യനിൽ ശമാതി കാണെങ്കിൽ ഊഹിക്കാം ശത്വം കാമാതി കാണുകിൽ രജസ്സും ക്രോധലോഭാതി കാണിലേറും തമസ്സും. 4 വരിയിൽ 3 പറഞ്ഞു. അതാണ് ശമാതിയിൽ ഊഹിക്കാം സത്വം, കാമാതി കാണുകിൽ രജസ്സും, ക്രോധലോഭാതി കാണിലേറും തമസ്സുമാം. അവിടെ നിർത്താം. കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഒരു ഇരുന്ന ഇരിപ്പിൽ 30, 31, 62 മിനിറ്റ് സംസാരിച്ചു. അത് ചില ദിവസം അങ്ങനെ നല്ല ജോഷാവും, ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ക്ഷീണിക്കും. അത് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാണ്ടിരിക്കുക, ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ വന്നിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇതിപ്പോൾ 801 ആണിപ്പോൾ നാളെ ഉണ്ടാവുക പാർഷ. എങ്ങനെയായാലും 840 കഴിയും. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ലോകാസമസ്താസുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇത് കേൾക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്തിട്ട്, നല്ലവർക്ക് ഷെയർ ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, പിന്നെ നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ നിങ്ങൾ ആരാണ്, എവിടുന്നാണ് എന്നുള്ളതും കൂടി എഴുതിയാൽ, ഇപ്പോൾ ഒരേ പേരിൽ തന്നെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു വിമ്മിഷ്ടം ആൾക്കാരെ അറിയാൻ. കാരണം സത്വഗുണങ്ങളുള്ള ആൾക്കാരാണല്ലോ ഇത് കേൾക്കണത്. അത്രയേ ഉള്ളൂ. നമസ്കാരം.